ഹലോ ആൾ. ഇന്ന് MHI111 എന്ന കോഡിലുള്ള അർബനൈസേഷൻ ഇൻ ഇന്ത്യ സെക്കൻഡ് സിർക്ക 1300 to 1950 എന്ന പേപ്പറിലെ യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1നകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർബൻ ഹിസ്റ്ററിയുടെ കുറച്ച് തിയറീസ്, യൂറോപ്പിൽ ഉണ്ടായിരുന്ന മെഡീവൽ അർബണിസത്തെ കുറിച്ചും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന അർബണിസത്തെ കുറിച്ചുള്ള ഹിസ്റ്റോറിയൻസിന്റെ സ്കോളേഴ്സിന്റെ ഒപ്പീനിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡീവൽ അർബണിസത്തെ കുറിച്ചുള്ള കുറച്ചും കൂടി എക്സ്ട്രാ കൺസെപ്റ്റുകളോ കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് ഒന്ന് പറയുന്നത് അർബണിസം രണ്ട് മോഡിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് കൊമേഴ്ഷ്യലി ചാർജ്ഡ് അർബണിസവും രണ്ടാമത്തത് പൊളിറ്റിക്കലി ചാർജ്ഡ് അർബണിസമാണ്. കൊമേഴ്ഷ്യലി ചാർജ്ഡ് അർബണിസം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്, അതായത് മാനുഫാക്ചറിങ്, ബൈയിങ്, സെല്ലിങ്, വിൽക്കല്, വാങ്ങൽ, ഉണ്ടാക്കല് പോലുള്ള ബേസ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന സിറ്റീസ്. അപ്പോൾ ട്രേഡ് റൂട്ടിന്റെ പ്രധാനപ്പെട്ട കച്ചവട പാതകൾക്ക് അരികിലാണ് ഈ നഗരങ്ങൾ വളർന്നു വന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്തമായ ബിഗ് സിറ്റീസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ട്രേഡ് ഉണ്ടാവും. ചിലപ്പോൾ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ആയിരിക്കും ആ ട്രേഡ് ഉണ്ടാവുക, സിൽക്ക് റൂട്ട് പോലുള്ള. അപ്പൊ ആ ട്രേഡ് റൂട്ടിലൂടെ നിരന്തരമായി കച്ചവടക്കാര് കാരവാൻസിലോ ആയി അവരുടെ കച്ചവട ചരക്കുമായി സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പൊ ആ റൂട്ടിൽ പുതിയ സിറ്റീസ് എമർജ് ചെയ്ത് വരും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ട്രേഡ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ട്രേഡേഴ്സ് ഇതിലൂടെ യാത്ര ചെയ്ത് പോകുന്ന വഴിയായതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രേഡ് റൂട്ടിൽ ഇങ്ങനെ കൊമേഴ്ഷ്യലി ചാർജ് ചെയ്ത കൊമേഴ്സ് കാരണമായി ഉണ്ടാകുന്ന അർബൻ സെന്റേഴ്സ് ഉണ്ടായി വരുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ജോൺപൂർ, പാട്ന, അഹമ്മദാബാദ്, ഉജ്ജയിന്, മുൽത്താന്, ബുർഹാൻപൂർ, അലഹാബാദ്, അജ്മീർ, അങ്ങനെയുള്ള കുറെ സിറ്റികളുണ്ട്. ഈ സിറ്റികളൊക്കെ അങ്ങനെ കൊമേഴ്സ് കാരണമായി ഉണ്ടായി വന്നതാണ്. ഇനി ഇങ്ങനെ കൊമേഴ്സ് കാരണമായി ഉണ്ടായി വരുന്ന സിറ്റി ആണെങ്കിലും പിന്നീട് ചിലപ്പോൾ അതൊരു അഡ്മിനിസ്ട്രേഷന്റെ ക്യാപിറ്റൽ ആവാം. പുതിയ ഡൈനാസ്റ്റി വരുമ്പോൾ അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയി മാറാം, അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ക്യാപിറ്റലായി മാറാം. അങ്ങനെ മാറുമ്പോൾ അതിന്റെ അർബൻ ക്യാരക്ടറിന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നോബിൾസ് ഡയറക്ട്ലി ഭരിക്കുന്ന സമയമാകുമ്പോൾ നോബിൾസും അതുപോലെ തന്നെ മിലിറ്ററി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സെറ്റിൽ ആവുകയും അങ്ങനെയുള്ള അതിന്റെ ക്യാരക്ടറിന് അപ്പോൾ മാറ്റം വരും. ജനറലി പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യലി ചാർജഡ് ആയിട്ടുള്ള അർബൻ സെന്റേഴ്സ് എമർജ് ചെയ്ത് വരുന്നു. അതുപോലെ പൊളിറ്റിക്കലി ചാർജഡ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്യാപിറ്റലായി മാറിയത് കൊണ്ട് ഒരു അർബൻ സെന്ററായി മാറുന്നതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൽഹി, അതുപോലെ ദൗലതാബാദ് മഹാരാഷ്ട്രയിലുള്ള ഗുൽബർഗ, ഗൗർ, ആഗ്ര, ലാഹോർ, ബീജാപൂർ, ഗോൽക്കൊണ്ട പോലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ ഹെഡ് ആയതുകൊണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ട്, റൂളർ ഭരിക്കുന്ന ക്യാപിറ്റൽ സിറ്റിയോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സെന്ററോ ഒക്കെ ആയതുകൊണ്ട് ക്യാപിറ്റൽ ആയത് അതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കൺട്രോൾ കാരണമായിട്ടും അതുപോലെ തന്നെ റൂളിംഗ് എലീറ്റ്സിന്റെ പാട്രണേജ് കാരണമായിട്ടൊക്കെ ഈ സിറ്റികളിലുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റൂളർ പാട്രണേജ് കൊടുക്കുന്ന കുറെ ആർട്ടിസൻസ്, ആർട്ടിസ്റ്റുകള്, പെയിന്റേഴ്സ്, മ്യൂസീഷ്യൻസ്, സ്കോളേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇവരൊക്കെ സിറ്റിയിൽ വരുന്നു, ഇവരെ കാണാനും ഇവരെ സർവീസ് സ്വീകരിക്കാനും ആളുകൾ വരുന്നു. മാത്രമല്ല ഈ അർബൻ എലീറ്റ്സിന്റെ വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻസ് നടക്കുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കലി ചാർജഡ് ആയിട്ടും അർബണിസം ഉണ്ടാവാം. ഇനി ട്രേഡിന്റെ റിവൈവലും അതിൽ ഇസ്ലാമിന്റെ റോളിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. 10ാം നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ട് സമയത്തേക്കും ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് വീണ്ടും റിവൈവ് ചെയ്ത് വന്നു. അതായത് അതിന് മുന്നേ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഒക്കെ കുറച്ച് വീക്ക് ആയിരുന്നു, അത് വീണ്ടും റിവൈവ് ചെയ്ത് വന്നു. ആ സമയത്ത് ട്രാൻസ്ഫോർമേഷൻ സ്വാഭാവികമായിട്ടും കൂടി വന്നു. ഇതിൽ ഇസ്ലാം എമർജ് ചെയ്ത് വരുന്ന, ഇസ്ലാം വളരെ പവർഫുൾ ആയി വന്ന ഒരു സമയം കൂടിയാണ് 8ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു കാലഘട്ടം. 7th century പ്രൊഫറ്റിന് ശേഷം 8th 9th centuries കൂടി ഇസ്ലാം വളരെ പവർഫുൾ ആയി വരുന്നു വേൾഡ് ഓർഡറിൽ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് അർബൻ കൾച്ചർ, ഉദാഹരണം പറയുകയാണെങ്കിൽ സസാനിഡ് പേർഷ്യയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു അർബൻ കൾച്ചർ ഉണ്ടായി വരികയും ഈ അർബൻ കൾച്ചർ നഗരവൽക്കരണത്തിന് കൂടുതലായി പ്രാധാന്യം കൊടുക്കുകയും നഗരവൽക്കരണത്തിന് വേഗത ഉണ്ടാക്കുകയും ചെയ്തു, ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഇക്തദാരി സിസ്റ്റം മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. ഇക്തദാരി, മൻസബ്ദാരി, ജാഗ്രതാരി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇക്ത എന്ന ലാൻഡ് ഹോൾഡിങ് മിലിറ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എലീറ്റുമാരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അവര് സ്വാഭാവികമായിട്ടും ഇങ്ങനെ എലീറ്റുകൾ ആയതുകൊണ്ട് തന്നെ, റിച്ച് ആയ ആളുകൾ ആയതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറിസം അല്ലെങ്കിൽ നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരുന്നു. കൺസ്യൂം ചെയ്യാൻ അവരും അവരുടെ കൂടെയുള്ള ഒരു ഗ്രൂപ്പും നന്നായിട്ട് പ്രൊഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പൊ അവർ കൂടുതലായിട്ട് ബൈയിങ്ങും സെല്ലിങ്ങിനും ഒക്കെ കാരണമായി മാറി. ഇക്തദാരി സിസ്റ്റം ഉണ്ടായതോടുകൂടി കൂടുതലായിട്ടുള്ള കൊമേഴ്സ് നടക്കാനുള്ള കാരണമായി, കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ വാങ്ങലും വിൽക്കലും കൂടുതൽ നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ അവിടെയും നഗരവൽക്കരണത്തിന് അത് കാരണമായി.
മാത്രമല്ല ഇവരൊക്കെ അഗ്രേറിയൻ സർപ്ലസ് കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റുകൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾക്കറിയാം വില്ലേജിൽ ഉണ്ടായിരുന്ന ലാൻഡ് റവന്യൂ ഒക്കെയാണ്. അപ്പൊ അഗ്രേറിയൻ സർപ്ലസ് ഒക്കെ എത്തുന്നത് എങ്ങോട്ടാണ്? സിറ്റിയിലേക്കാണ്. ഇഖ്തിദാർമാരും അല്ലെങ്കിൽ നോബിൾസ് ഒക്കെ ഉണ്ടായിരുന്ന സിറ്റികളിലേക്കാണ് എത്തുന്നത്. അതും ഇങ്ങനെയുള്ള അർബൻ സെന്റേഴ്സിന്റെ എമർജൻസിനൊക്കെ കാരണമായി മാറി എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം മതപരമായ കണ്ടീഷൻസുകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് മുഴുവനായിട്ടും ശരീരം കവർ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷൻ മുസ്ലിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായി ഡ്രസ്സ് ഉത്പാദിപ്പിക്കപ്പെടേണ്ട ആവശ്യം വന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഡിമാൻഡ് കൂടി വന്നു. അത് വീവിങ്ങിനും ആർട്ടിസണൽ പ്രൊഡക്ഷനൊക്കെ അത് ബൂസ്റ്റ് ചെയ്തു എന്നാണ് അടുത്ത ഒരു ആർഗ്യുമെന്റ്. മുന്നേ ഉള്ളതിനേക്കാളും കൂടുതൽ ഡ്രസ്സ് ധരിക്കുന്ന ആളുകൾ സെറ്റിൽ ആവുന്നതോടുകൂടി അല്ലെങ്കിൽ ആളുകൾ ഡ്രസ്സ് ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ഡ്രസ്സ് ആവശ്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മുന്നേ ഗ്രാമങ്ങളിൽ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്ന ഗ്രാമങ്ങൾ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന വീവിംഗ് കമ്മ്യൂണിറ്റീസിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ നഗരങ്ങളിലേക്ക് മാറി താമസിക്കുകയും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവര് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവര് വരുന്നത് ഇത് മ്യൂച്വലി സപ്പോർട്ടീവ് ആണ്. ഇവരൊക്കെ വരുന്നതോടുകൂടി നഗരം വലുതാവുന്നു. ഇവര് കാരണമായിട്ടും നഗരം വലുതാവുന്നു. അപ്പോൾ പല രീതിയിൽ ഇങ്ങനെ അർബനൈസേഷനെ ഇതൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽ ടൗണുകളാണ് മുൽത്താൻ, അഹമ്മദാബാദ്, ബറോദ, സൂറത്ത് ഇതൊക്കെ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. അവിടെ മുസ്ലിം ആൻഡ് നോൺ മുസ്ലിം ഹിന്ദു ഒക്കെ ആയിട്ടുള്ള വീവിംഗ് കമ്മ്യൂണിറ്റീസ് വന്ന് സെറ്റിൽ ആവുന്നു. അങ്ങനെയും അർബനൈസേഷൻ വളരുന്നു. ഇനി സൂഫി ഭക്തി സ്പേസുകളും അർബണിസവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നഗരങ്ങളിലേക്ക് ഇങ്ങനെ വീവിംഗ് കമ്മ്യൂണിറ്റീസ് പോലുള്ള കമ്മ്യൂണിറ്റീസും അങ്ങനെ പലതരം കമ്മ്യൂണിറ്റീസ് നഗരങ്ങളിലേക്ക് വരുന്നു. ലോവർ ക്ലാസ്സിൽപ്പെട്ട ആളുകളൊക്കെ വരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി സാമൂഹികമായി അംഗീകാരവും ഒക്കെ നേടിയെടുക്കാൻ ഈ സൂഫി ഭക്തി ആശയങ്ങൾ കൊണ്ട് സഹായകമാകുന്നുണ്ട്. നിങ്ങൾ സൂഫിസവും ഭക്തിസവും പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സൂഫിസവും ഭക്തിസവും ഒരു ചെറിയ അളവിലെങ്കിലും ജാതിപരമായ വിവേചനങ്ങൾക്ക് എതിരായിരുന്നു. അതിനെ പരാജയപ്പെടുത്തുന്നതിന് സൂഫിസവും ഭക്തിസവും സഹായിച്ചിട്ടുണ്ട്. അതിനർത്ഥം സൂഫിസവും ഭക്തിസവും വന്നതോടുകൂടി ഇന്ത്യയിലുള്ള ജാതീയതൊക്കെ അവസാനിച്ചു എന്നല്ല. ഒരു ഭക്തി പ്രസ്ഥാനത്തിനകത്ത് വരുമ്പോൾ ലോവർ കാസ്റ്റിൽപ്പെട്ട ആളും അപ്പർ കാസ്റ്റിൽപ്പെട്ട ആൾക്കും തുല്യ പദവിയായിരുന്നു എന്ന കൺസെപ്റ്റിലാണ് ഭക്തി മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഭക്തി മൂവ്മെന്റ് നഗരങ്ങളിലേക്ക് വരുന്നതോടുകൂടി നഗരങ്ങളിൽ ചേക്കേറിയ ലോവർ കാസ്റ്റിൽപ്പെട്ട വീവിംഗ് കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടിസണൽ കമ്മ്യൂണിറ്റീസിൽപ്പെട്ട ആളുകൾക്ക് ഇത് കൂടുതലായി സാമൂഹികമായി ലെജിറ്റിമസി നേടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂഫി ദർഗ, ഭക്തി സെയിന്റുമാരുടെ കേന്ദ്രങ്ങൾ, മഠങ്ങൾ ഇതൊക്കെ ആർട്ടിസണൽ ആൻഡ് വീവിംഗ് കമ്മ്യൂണിറ്റീസിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. അവർക്ക് ഒരു റെക്കഗ്നിഷൻ നേടിയെടുക്കാനുള്ള ഒരു സെന്റർ ആയിട്ട് ഇത് മാറി. ഭക്തി സൂഫി മൂവ്മെന്റുകൾ മാനുവൽ ലേബറിന്റെ കൾച്ചർ, അതായത് ആർട്ടിസണൽ കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ ഇങ്ങനെയുള്ള മാനുവൽ ലേബർ എന്നുള്ള കൾച്ചറിനെ വാലിഡേറ്റ് ചെയ്യാൻ സഹായിക്കുകയും സൂഫി ഭക്തി സ്പേസുകൾ അതെങ്ങനെയാണ് അർബൻ നഗരത്തിൽ ഉണ്ടായിരുന്ന ലോവർ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് മൊബിലിറ്റി കൊടുത്തത്, റെക്കഗ്നിഷൻ കൊടുത്തത് എന്നതിനെ കുറിച്ചാണ് ഈ പാർട്ട് പറയുന്നത്. ഇനി അതിന്റെ ഒരു അടുത്ത ഭാഗമായിട്ട് സൂഫി സെയിന്റുമാർ കാരണമായിട്ടുണ്ടാകുന്ന അർബൻ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ചില സെയിന്റുമാരൊക്കെ റിമോട്ട് വില്ലേജുകളിലേക്ക് പോയി സെറ്റിൽ ആവുന്നുണ്ട്. ഓൾറെഡി ഒരു വില്ലേജിലുള്ള ആളുകളായിരിക്കും. അവർ ഒരുപക്ഷെ ആ വില്ലേജിൽ സെറ്റിൽ ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അടുത്ത വില്ലേജിലോ അല്ലെങ്കിൽ റിമോട്ട് വില്ലേജുകളിലൊക്കെ പോയി സെറ്റിൽ ആവുന്നതോടുകൂടി അവരുടെ പ്രശസ്തി വളരുന്നു. അവരുടെ അടുത്തേക്ക് ആളുകൾ വരുന്നു. അവരുടെ മരണശേഷം അവരുടെ ടൂംബ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്നു. അങ്ങനെ ഒരു പിൽഗ്രിമേജ് സെന്ററായി മാറുന്നു. അത് പതിയെ വളർന്ന സിറ്റികളായി മാറുന്നു. ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുന്നു. അപ്പൊ സൂഫിസവും അർബൻ ഗ്രോത്തും തമ്മിൽ ഇങ്ങനെയുള്ള രീതിയിൽ ബന്ധങ്ങളുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള ഡാക്കയ്ക്ക് അടുത്തുള്ള സിൽഹറ്റിൽ ഇതേപോലെ ഒരു സൂഫി സന്യാസിയായിരുന്ന സൂഫി ഗുരുവായിരുന്ന ഷാഹ് ജലാലുദ്ദീന്റെ ടൂമ്പുണ്ട്. അങ്ങനെയാണ് അത് ഒരു വലിയൊരു സിറ്റിയായി മാറിയത് എന്നാണ് ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സൂഫിസം എങ്ങനെയാണ് ഒരു അർബനൈസേഷന് സഹായകമാകുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റുള്ള ചില പ്രോമിനന്റ് ലീഡേഴ്സ്, ഭക്തി സെയിന്റുമാരും അവരും സിറ്റിയുമായുള്ള അവരുടെ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കബീർ ബനാറസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീവിംഗ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഒരു അർബൻ വീവിംഗ് കമ്മ്യൂണിറ്റീസിലുള്ള ഒരാളാണ് എന്നതിനേക്കാളും കൂടുതൽ ബനാറസ് എന്ന സിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് എന്നതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് അവര് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം നഗരത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് മാത്രമല്ല, നഗരത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സ്പിരിച്വൽ ക്രൈസിസ് ഉണ്ടാവുമല്ലോ, അതൊരു ഡിഫറെന്റ് ആയിരിക്കും. നഗരത്തിലെ ഒരു ഭയങ്കര ബിസി ലൈഫിനകത്ത് ഉണ്ടാകുന്ന ആളുടെ സ്പിരിച്വൽ ക്രൈസിസ് വിൽ ബി ഡിഫറെന്റ് ഫ്രം വില്ലേജിൽ ഉണ്ടാകുന്ന ഒരാളുടെ പോലെ ആയിരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ സ്പിരിച്വൽ ക്രൈസിസും കൂടി അഡ്രസ് ചെയ്യുകയുണ്ടായിരുന്നു കബീർ. അപ്പോൾ സിറ്റി എങ്ങനെയാണ് ഒരു ഭക്തി സൂഫി സെയിന്റുമാരെ അക്കോമഡേറ്റ് ചെയ്യുന്നതും അത് കാരണമായി സിറ്റി ഗ്രോ ചെയ്യുന്നതും എന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദാദു ഇതേപോലെ തന്നെ അഹമ്മദാബാദ് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോട്ടൺ കാർഡർ എന്ന് പറഞ്ഞാൽ കോട്ടൺ
പരുത്തിയിൽ നിന്നും അതിന്റെ കുരുവൊക്കെ വേർതിരിക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അയാളുടെ മകനാണ് ദാദു. അപ്പൊ അവരും ഇതേപോലെ തന്നെ സ്മാൾ ടൗണുകളായ കല്യാൺപൂർ, കേവൽപൂർ പോലുള്ള സിറ്റികളിൽ ഉണ്ടായിരുന്ന ആണ് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അപ്പോ ഭക്തിസവും ഭക്തി പ്രസ്ഥാനവും നഗരവൽക്കരണവും അല്ലെങ്കിൽ അർബനൈസേഷനും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ടൗൺ എന്നുള്ളത് കമ്മോഡിറ്റി മൂവ്മെന്റിന്റെയും അതുപോലെ തന്നെ റിലീജിയസ് ട്രാവലിന്റെയും മതപരമായ കാരണങ്ങളാൽ ഭക്തി സൂഫി കാരണങ്ങളാൽ ആളുകൾ മൊബിലൈസ് ചെയ്യുന്ന ആളുകൾ യാത്ര ചെയ്യാൻ കാരണമാകുന്ന ഒരു കാരണമായിട്ട് മാറി ഈ ടൗണുകൾ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട അർബൻ സെന്റേഴ്സ് ആണ് ജോൺപൂർ, ഗോളിയോർ, മാണ്ഡു, ബുർഹാൻപൂർ, വാരാണസി, ലുധിയാന, പാനിപ്പത്ത്, അഹമ്മദാബാദ് പോലുള്ള റീജിയൻസ്. ഇനി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സ്കോളർലി പെർസ്പെക്റ്റീവ്സ് ആണ് മസ്കൂദ് അഹമ്മദ് ഖാൻ പറയുന്നത്. സൂഫി സയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടൗണുകൾ, റിമോട്ട് ഏരിയകളിൽ ടൗണുകൾ എമർജ് ചെയ്യാൻ. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, ഷാ ജലാലുദ്ദീൻ ഉദാഹരണം പറഞ്ഞു. അങ്ങനെയുള്ള ടൗണുകൾ വളരാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഇർഫാൻ അബീവ് ഇതേപോലെ തന്നെ പറയുന്നുണ്ട് ഭക്തി മൂവ്മെന്റിൽ ആർട്ടിസൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്, അതിന്റെ പ്രതിഫലനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജെ.എസ്. ഗ്രൂവൽ, ഇറാഖി, റിസ്വി, ലോറൻസൺ പോലുള്ള സ്കോളേഴ്സ് പറയുന്നത് ഫെയ്ത്തും മൊബിലിറ്റിയും ലേബറും ഒക്കെ നഗരങ്ങൾ വളരുന്നതിന് സഹായകമാകുന്നുണ്ട്. വിശ്വാസം, ആളുകളുടെ ചലനം, അതുപോലെ തന്നെ ആളുകളുടെ തൊഴിൽ, ഇതെല്ലാം ടൗൺ ഡെവലപ്മെന്റ് തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലാതെ വെറുതെ ഒരു കൊമേഴ്സ് മാത്രം കൊണ്ട് അല്ല പലപ്പോഴും ടൗണുകൾ ഉണ്ടാകുന്നത് എന്ന ആർഗ്യുമെന്റ് ആണ് ഇവര് മുന്നോട്ട് വെക്കുന്നത്. ഇനി നമ്മൾ പോളിസ്കാരി എന്നും പോളിഗാർച്ചി എന്നുള്ള രണ്ട് കൺസെപ്റ്റുകളിലേക്കാണ് പോകുന്നത്. പോളിസ്കാരി എന്നുള്ളത് പോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ആണ്, കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ എന്നാണ്. അപ്പൊ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണത്തെയാണ് പോളിസ്കാരി എന്ന് പറയുന്നത്. അപ്പൊ മുഗൾസിന്റെ കീഴിൽ എങ്ങനെയാണ് ഒരു പോളിസ്കാരി കൺസെപ്റ്റിലുള്ള നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണം നടന്നിരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനുശേഷം നമ്മൾ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോളിസ് ഗാർച്ചി ടൗണുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം പോളിസ്കാരിനെ കുറിച്ച് പറയാം. പോളിസ്കാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇനി മുഗൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്. അപ്പൊ മുഗൾ സ്റ്റേറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതും അതിന്റെ അതോറിറ്റി ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത്, റിസോഴ്സ് മൊബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പൊളിറ്റിക്കലി ചാർജ്ഡ് ടൗണുകൾ കൊണ്ടാണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ടൗൺ ഉണ്ടാവും, പ്രൊവിൻഷ്യൽ സെന്റേഴ്സ് ഉണ്ടാവും, പ്രൊവിൻഷ്യൽ സെന്റേഴ്സിലും വലിയ ടൗണുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ടൗണുകൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് മുഗൾസിന്റെ അഡ്മിനിസ്ട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പോളിസ്കാരി ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു മുഗൾസിന്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന് പലതരം ഫങ്ഷൻസ് ഉണ്ട്. ഈ ടൗൺ എന്നുള്ളത് ഇമ്പീരിയൽ പവറിന്റെ സെന്റർ ആണ്. റൂളറുള്ള, കിങ് ഉള്ള, എംപറർ ഉള്ള അല്ലെങ്കിൽ നോബിൾ ഉള്ള സ്ഥലമാണ്. മാത്രമല്ല റൂറൽ ഹിന്റർലാൻഡ്സിന്റെ ആ ഒരു അർബൻ സെന്ററിന്റെ അത് ക്യാപിറ്റൽ തലസ്ഥാനമാവട്ടെ, അതല്ല പ്രൊവിൻഷ്യൽ സെന്റർ ആവട്ടെ, രണ്ടിന്റെയും ചുറ്റുഭാഗത്തുള്ള സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള, സർപ്ലസ് ടാക്സ് ആയി കളക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്രമായിട്ടും കൂടിയാണ്. ഇത് രണ്ടുമായിട്ടാണ് ആ സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി അക്ബറുടെ സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെങ്കിൽ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരമായി ക്യാപിറ്റൽ മാറ്റുന്നുണ്ട്. അദ്ദേഹം ആഗ്രയിലാണ് തുടങ്ങുന്നത്. ആഗ്രയിൽ തന്നെ പിന്നീട് ഫത്തേപൂർ സിക്രിയിലേക്ക് മാറുന്നു. ആ ഒരു ഡേറ്റ് ഒക്കെ നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 65 to 71 വരെയാണ് ആഗ്രയിൽ ഉണ്ടാവുന്നത്, ഏകദേശം 6 കൊല്ലം. പിന്നെ അതിനുശേഷം 10-15 കൊല്ലത്തോളം ഫത്തേപൂർ സിക്രി ആഗ്രയിൽ തന്നെ പുതിയൊരു ക്യാപിറ്റൽ ഉണ്ടാക്കുന്നു. പിന്നീട് അദ്ദേഹം ലാഹോറിലേക്ക് പോയി. ലാഹോർ എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി? ഇന്ന് പാകിസ്ഥാനിലാണ് ലാഹോർ ഉള്ളത്. അപ്പൊ ആഗ്രയിൽ നിന്നും ലാഹോറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കുറെ അകലെയാണ്. അതുപോലെ അതിനുശേഷം അതിന്റെ ഇടയിൽ തന്നെ അദ്ദേഹം അലഹബാദ് എന്നൊരു സ്ഥലം, ഈ ഗംഗയും യമുനയും കൂടി ചേരുന്ന ഒരു കേന്ദ്രമാണ് അലഹബാദ്. അലഹബാദ് ട്രേഡ് റൂട്ടുമാണ്. അതുപോലെ തന്നെ വളരെ ഫെർട്ടൈൽ ആയ ലാൻഡ് ഉള്ള സ്ഥലമാണ്. അപ്പൊ അലഹബാദ് ക്യാപിറ്റൽ ആക്കുന്നുണ്ട്. പിന്നെ വീണ്ടും തിരിച്ച് ആഗ്രയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി അധികാരം കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അർബൻ സെന്റേഴ്സ് കൂടി, പുതിയ അർബൻ സെന്റേഴ്സ് കൂടി എമേർജ് ചെയ്ത് വരികയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ, മിലിറ്ററി ആൻഡ് എക്കണോമിക് ഹബ്ബുകളായിരുന്നു ഈ സിറ്റീസ്. അത് മുഗൾ പവറിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മുഗൾ എംപറേഴ്സ് ഫ്രീക്വന്റ്ലി ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. അക്ബറിന്റെ കേസിൽ പറഞ്ഞു. ജഹാംഗീർ, അതുപോലെ തന്നെ അജ്മീർ, കാശ്മീർ, ലാഹോർ, ഈ 3 സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. ഷാജഹാൻ ഡൽഹിയിലെ ഷാജഹാനാബാദിൽ ഒന്ന് സെറ്റിൽ ചെയ്യുന്നു. ഔറംഗസേബ് ആദ്യം ആഗ്രയിലേക്കും പിന്നെ ഔറംഗാബാദ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലേക്കും അദ്ദേഹം മാറുന്നുണ്ട്. ക്യാപിറ്റൽ സിറ്റീസ് മാറുന്നുണ്ട്. അപ്പൊ മുഗൾ കേസിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ പറയുന്ന അവരുടെ ഇമ്പീരിയൽ ക്യാപിറ്റലിനെ കുറിച്ചാണ്. ഇനി അവർക്ക് പ്രൊവിൻഷ്യൽ ക്യാപിറ്റലുകൾ ഉണ്ടാവുന്നുണ്ട്, സ്മാളർ ക്യാപിറ്റൽസ്, സ്മാളർ ടൗണുകൾ ഉണ്ടാവുന്നുണ്ട്. കസബ എന്നാണ് സ്മാളർ ടൗൺ എന്ന് പറയാം.
കസബ എന്ന ടേം നമ്മൾ ഒരുപക്ഷെ ഇപ്പോഴും പരിചയം ഉണ്ടാവും. കസബ സ്മാളർ ചെറിയ ടൗണുകൾക്ക് പറയുന്ന പേരാണ്. അപ്പൊ അതും ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ടൗണും ഈ ഒരു അർബൻ സെന്ററും എങ്ങനെ വർക്ക് ചെയ്യുന്നത്? സ്മാളർ അർബൻ സെന്റർ വർക്ക് ചെയ്യുന്നത് അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഹിന്റർലാൻഡിലുള്ള അഗ്രേറിയൻ ട്രാക്റ്റിൽ നിന്നുള്ള സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ നഗരങ്ങളിലേക്കും ചെറിയ നഗരങ്ങളിൽ നിന്നും വലിയ നഗരങ്ങളിലേക്കുമുള്ള റിസോഴ്സിന്റെ റൂറൽ ടു അർബൻ റിസോഴ്സ് ഫ്ലോന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയിൻ ആയിട്ടാണ് ഈ സിറ്റീസ് മുഗൾ കേസിൽ വർക്ക് ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി മൻസബ്ദാരി സിസ്റ്റം അർബൻ എക്കണോമിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൻസബ്ദാരി സിസ്റ്റം നിങ്ങൾക്കറിയാം, അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലാൻഡ് റവന്യൂക്ക് വേണ്ടി ലാൻഡിനെ സാലറിക്ക് പകരമായി ലാൻഡ് റവന്യൂ പിരിക്കാനുള്ള അവകാശം കൊടുക്കുന്ന സംവിധാനമാണ് മൻസബ്ദാരി സിസ്റ്റം. അതിൽ ഈ മൻസബ്ദാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന നോബിൾസ് നഗരങ്ങളിലാണ് താമസിച്ചിരുന്നത്. അവരുടെ ജാഗീർ ഇൻകത്തെ ലോക്കൽ മാർക്കറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് ജാഗീർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൻസബ്ദാർക്ക് അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാഗം അയാളുടെ പർച്ചേസ് ആയിട്ടും അയാളുടെ കൂടെയുള്ള ആളുകളുടെ സാലറി ആയിട്ടും അവരുടെ പർച്ചേസ് ആയിട്ടൊക്കെ മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ, മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ മാർക്കറ്റ് വളരുന്നു, സിറ്റി അല്ലെങ്കിൽ അർബൻ സെന്റർ വളരുന്നു എന്നാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നൊബിലിറ്റി എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു വലിയ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വലിയൊരു പവർഫുൾ കൺസ്യൂമിംഗ് ക്ലാസ് ആയി വരുന്നു. അവർക്ക് ലക്ഷറി ഗുഡ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ലക്ഷറി ഗുഡ്സ് ഒക്കെ അവൈലബിൾ ആയ അർബൻ സെന്റേഴ്സ് ആയി മാറുന്നു അവർ നിൽക്കുന്ന ഏരിയകൾ എന്ന് ചുരുക്കം. ടെക്സ്റ്റൈൽസ്, കാർപ്പറ്റ്സ്, സിൽക്ക് പോലുള്ള ലക്ഷറി ഗുഡ്സുകൾ അവർ വാങ്ങുന്നു, അല്ലെങ്കിൽ അതുള്ള കേന്ദ്രങ്ങളായിട്ട് അവർ സെറ്റിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ മാറുന്നു. ഇനി അതേപോലെ തന്നെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനും മുഗൾ കാലഘട്ടത്തിൽ വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അക്ബർ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പേർഷ്യൻ, ചൈനീസ്, യൂറോപ്യൻ ടെക്നിക്കുകളൊക്കെ അദ്ദേഹം ഇന്ത്യയിലേക്കും മെഡീവൽ ഇന്ത്യയിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ട്രേഡും മാരിടൈം ട്രേഡും അർബൻ കണക്ടിവിറ്റിയും നല്ല നല്ല ബന്ധങ്ങളുണ്ട്. കാരണം കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടായിരുന്ന മാരിടൈം ട്രേഡിംഗ് സെന്റേഴ്സ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൂറത്ത് എങ്ങനെയാണ് ആഗ്രയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത്, അത് ഇൻലാൻഡിലുള്ള മറ്റു സിറ്റികളുമായി കണക്ട് ചെയ്തിട്ടാണ് ആഗ്ര പോലുള്ള ഒരു വളരെ ഇൻലാൻഡിലുള്ള ഒരു സിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ സൂറത്ത് ബുർഹാൻപൂർ വഴി ആഗ്രയിലേക്കും അല്ലെങ്കിൽ സൂറത്ത് അഹമ്മദാബാദ് വഴി ആഗ്രയിലേക്കും ഇങ്ങനെയുള്ള ഒരു കോണ്ടാക്റ്റിലാണ് മാരിടൈം സിറ്റി, ഒരു കടൽ വഴി കച്ചവടം കൊണ്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റിയും വളരെ ഉള്ളിലുള്ള ഒരു സിറ്റിയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടായിരുന്നു മുഗൾ കാലഘട്ടങ്ങളിൽ നിന്നിരുന്നത്. ഇനി നമ്മൾ പോളിസ് ഗാർച്ചിക് ടൗണുകൾ എന്നാണ് പറയുന്നത്. പോളിസ് ഗാർച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസ് എന്ന് പറഞ്ഞ സിറ്റി തന്നെയാണ്. പക്ഷെ പോളിസ് ഗാർച്ചി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ റൂള് എങ്ങനെയാണ് ടൗണിലൂടെ നടന്നിരുന്നത് എന്നാണ്. നേരത്തെ നമ്മൾ പോളിസ് കാരിയാണ് പറഞ്ഞത്, പോളിസ് ഗാർച്ചിയാണ് ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത്. സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റികളെയാണ് നമ്മൾ ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യം കൊച്ചി ആയിരുന്നു, പിന്നീട് ഒരു ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റുന്നുണ്ട് പോർച്ചുഗീസുകാർ. ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ടൗണിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോർച്ചുഗീസ് ഭരണം ഉണ്ടായിരുന്നത്? ഹൗ ഈസ് ദാറ്റ് ഡിഫറെന്റ് ഫ്രം മുഗൾ അർബൻ സെന്റേർഡ് അഡ്മിനിസ്ട്രേഷൻ? മുഗളിന്റെ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിരുന്ന ഭരണത്തിൽ നിന്നും എങ്ങനെയാണ് പോർച്ചുഗീസുകാരുടെ നഗര കേന്ദ്രീകൃത ഭരണം ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ പറയുന്നത്. പോർച്ചുഗീസുകാർ കോസ്റ്റൽ അർബൻ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നുണ്ട്. കോസ്റ്റൽ തീരങ്ങളിൽ അർബൻ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? എന്ത് കേന്ദ്രങ്ങളാണ്? അത് എക്കണോമിക് എക്സ്ട്രാക്ഷൻ പോയിന്റുകളാണ്. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമ്പത്തിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഊറ്റിയെടുക്കാനുള്ള കേന്ദ്രമായിട്ടാണ് പോർച്ചുഗീസ് കോസ്റ്റൽ ടൗണുകൾ ഉണ്ടായിരുന്നത്. മുഗൾ മോഡൽ പോലെ ആയിരുന്നില്ല. മുഗൾ മോഡലിൽ അവിടെ ഉണ്ടായിരുന്ന സർപ്ലസ് ഇന്ത്യയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങുകളായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഫെസിലിറ്റീസ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഫോർ എക്സാമ്പിൾ ഇറിഗേഷൻ സിസ്റ്റം ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഒബ്വിയസ്ലി എലീറ്റ് കൺസംഷൻ നടക്കുന്നുണ്ട്, എലീറ്റ് വളരെ ലക്ഷറിയസ് ലൈഫ് നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എലീറ്റിന്റെ ലക്ഷറിയസ് കൺസംഷൻ ആണെങ്കിൽ പോലും അതിൽ ഇന്ത്യയിലുള്ള റീഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിലുണ്ടാകുന്ന ട്രേഡ് അല്ലെങ്കിൽ ക്രാഫ്റ്റ്മെന്റിന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കേസാണ്. പക്ഷെ പോർച്ചുഗീസ് കേസിൽ അങ്ങനെ ആയിരുന്നില്ല. അത് ഇന്ത്യയിൽ നിന്നുള്ള സർപ്ലസ് യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന കേസാണ് ഉണ്ടായിരുന്നത്. അപ്പോ പോർച്ചുഗീസ് അർബൻ നെറ്റ്വർക്കിനകത്ത് കൊല്ലമുണ്ട്, കൊച്ചിനുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, കണ്ണൂരുണ്ട്, മംഗലാപുരമുണ്ട്, ഹനാവർ, ബാസലോർ, ഗോവ ഉണ്ട്, താന, ബസൈൻ, ദാമൻ ദിയു ഉണ്ട്. അപ്പോ അവരുടെ ക്യാപിറ്റൽ ആദ്യം കൊച്ചിനായിരുന്നു, പിന്നെ 1530 ഗോവയിലേക്ക് മാറ്റുന്നു. ഗോവ അവരുടെ സെൻട്രൽ ഹബ്ബായി മാറുന്നു. എസ്റ്റാഡോ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസ് ട്രേഡിംഗ് കമ്പനിയുടെ ഒഫീഷ്യൽ ട്രേഡിംഗ് കമ്പനിയുടെ പേരാണ്. അപ്പോ അവർ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ സിറ്റീസ് ഉണ്ടായിരുന്നത്. പോളിസ് ഗാർച്ചിക് ടൗണുകൾ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷന്റെ സെന്റർ ആയിരുന്നു. പക്ഷെ പോളിസ് കാരിയെ അങ്ങനെ ആയിട്ടല്ല ഹിസ്റ്റോറിയൻസ് വിലയിരുത്തുന്നത്.
അപ്പൊ അപ്പൊ ഹ്യൂജ് പ്രൈവറ്റ് ട്രേഡ് വെൽത്ത് ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇന്ത്യ അല്ലാത്ത രീതിയിലുള്ള പ്രൈവറ്റ് ട്രേഡ് വഴി വെൽത്ത് ഉണ്ടാക്കുന്നുണ്ട്. കസ്റ്റം ഡ്യൂട്ടീസ് പിരിക്കുന്നുണ്ട്. അത് 3-6% വരെ കസ്റ്റം ഡ്യൂട്ടീസ് പിരിക്കുന്നുണ്ട്. അത് യൂറോപ്പിലേക്ക് ആ കസ്റ്റം ഡ്യൂട്ടീസും ട്രേഡിൽ നിന്നുള്ള പ്രോഫിറ്റും ഒക്കെ യൂറോപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ മാത്രമല്ല ഈ പോളിസ് ഗാർച്ചിക് ടൗണിന്റെ വേറൊരു പ്രത്യേകത, ചില ടൗണുകൾ കൾച്ചറലി സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട ടൗണുകളായിരുന്നു, ചില ടൗണുകളിൽ ഇൻക്ലൂസീവ്നെസ് ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗോവ ഹൈലി എക്സ്ക്ലൂസീവ് ആൻഡ് ലൂസിറ്റാനൈസ്ഡ് ടൗൺ ആണ്. അവിടെ ഒരു യൂണിഫോം റിലീജിയനും ഡ്രസ്സും ലാംഗ്വേജും ഒക്കെ ഫോളോ ചെയ്യുകയും വളരെ എക്സ്ക്ലൂസീവ് ആയ ഈ പറഞ്ഞ പോർച്ചുഗീസ് കൾച്ചറിന്റെ അകത്ത് മാത്രമുള്ള ഒരു കൾച്ചർ ആയിരുന്നു ഗോവയിൽ അന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇൻക്ലൂസീവ് ആയിരുന്നില്ല. ഇന്ത്യൻ കൾച്ചറും സാധനങ്ങളൊന്നും വളരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല ഗോവ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഗോവയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റു ടൗണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിരുന്നു. കാരണം അത് ഗോവ അല്ലെങ്കിൽ പോർച്ചുഗീസ് പവറിന്റെ സെന്ററിൽ നിന്നും കുറച്ച് ദൂരെയാണ്, ജിയോഗ്രഫിക്കലി ദൂരെയാണ്. അപ്പോൾ എത്തിപ്പെടാനും പല കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഇങ്ങനെയുള്ള കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് ഈ മാത്രമല്ല ഈ സമയത്ത് പ്രൈവറ്റ് പോർച്ചുഗീസ് ട്രേഡേഴ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഈസ്റ്റേൺ റീജിയൻസിൽ മൈലാപ്പൂർ, പുലിക്കെട്ട്, നാഗപട്ടണം, ഹുഗ്ലി പോലുള്ള സ്ഥലങ്ങളിൽ സെറ്റിൽ ആയിരുന്ന പ്രൈവറ്റ് പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എസ്റ്റാഡോ ഇന്ത്യന്റെ കൺട്രോളിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഈ ട്രേഡേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതിന്റെ ഒരു സമ്മറി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സമ്മറി ഉണ്ടാവില്ല, പക്ഷെ ഞാനൊരു ടാബിൾ ആക്കിയിട്ട് ഇങ്ങനെ സമ്മറി നൽകുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും മുഗൾ പോളിസ് ഗാരിനിയും എങ്ങനെയായിരുന്നു, പോർച്ചുഗീസ് പോളിസ് ഗാർച്ചി എങ്ങനെയായിരുന്നു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഗവർണൻസ് എന്ന് പറയുമ്പോൾ മുഗൾ കേസിൽ എങ്ങനെയാണ് ഇമ്പീരിയൽ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ഹിന്റർലാൻഡിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്, ഇവിടെ പോർട്ട് സിറ്റീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അത് എക്കണോമിക് റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഈ വെൽത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണ് മുഗൾസിന്റെ വെൽത്ത് ഇന്ത്യയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം. അതല്ലാതെ ഇവിടുന്ന് അത് വേറെ എങ്ങോട്ടേലും കൊണ്ടുപോകുന്ന കേസല്ല. പക്ഷെ അതേസമയം പോർച്ചുഗീസുകാരുടെ കേസിൽ അത് ഇവിടുന്ന് യൂറോപ്പിലേക്ക് കടത്തി കൊണ്ടുപോകുന്ന ആളുകളാണ്. ഇനി അർബൺ ഇൻക്ലൂസിവിറ്റി പറയുകയാണെങ്കിൽ അർബൺ നഗരത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ഹെറാർക്കിക്കലി നോബിൾ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഹെറാർക്കി ഉണ്ടായിരുന്നു. ടൗണുകളും അതേപോലെ തന്നെ ഹെറാർക്കി ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ടൗൺ ഉണ്ട്, പിന്നെ പ്രൊവിൻഷ്യൽ ടൗൺ ഉണ്ട്, പിന്നെ കസബാസ് ഉണ്ട്. ഇങ്ങനെയുള്ള ടൗണുകളുടെ ഒരു ഹെറാർക്കിയോട് കൂടിയാണ് ഇവിടെ ഇൻക്ലൂസിവിറ്റി. ഗോവയിൽ ആളുകളെ, ഇന്ത്യക്കാരെ അല്ലെങ്കിൽ പോർച്ചുഗീസ് കൾച്ചറിന്റെ പുറത്തുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതേസമയം റീജിയനുകളിലേക്ക് എത്തുമ്പോൾ, റീജിയണൽ സെന്റേഴ്സിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആണ്. ഇനി ക്യാപിറ്റൽ സ്ട്രാറ്റജി, മുഗൾ കേസിൽ ക്യാപിറ്റൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്, പുതിയ കോൺഗ്രസ്റ്റ് ഒക്കെ വരുമ്പോൾ പുതിയ പുതിയ സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പോളിസ് ഗാർച്ചിയിൽ പക്ഷെ ക്യാപിറ്റൽ ഗോവയിൽ മാത്രമാണ് ഉള്ളത്. ഇനി ടൗണുകളുടെ റോള് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ, മിലിറ്ററി, എക്കണോമിക് സെന്റേഴ്സ് ആയിട്ടാണ് ടൗണുകൾ ഉള്ളത്. ഏത് കേസിൽ, മുഗളിന്റെ കേസിൽ. ഇവിടെ എത്തുമ്പോൾ അതൊരു എക്കണോമിക് എക്സ്ട്രാക്ഷന്റെ ഹബ്ബായിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. ഇന്റഗ്രേഷൻ ടൂൾ നോക്കുകയാണെങ്കിൽ മുഗൾ പോളിസ് ഗാർച്ചിയിൽ മൻസബ്ദാരി സിസ്റ്റം ഒക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ടൗണിനെ ഒരു അർബൺ അവരുടെ പൊളിറ്റിക്കൽ കൾച്ചറുമായിട്ട് ചേർത്ത് നിർത്തുന്നത്. മൻസബ്ദാറിനെ ഒരു ടൗണിന്റെ ഹെഡാക്കി വെക്കുന്നു. അങ്ങനെ ഉള്ള രീതിയിലാണ് ട്രേഡ് റൂട്ട് പല ഘടകങ്ങൾ വഴിയാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റിലീജിയസ് ഓർഡേഴ്സും ചർച്ചും ഒക്കെ വഴിയാണ് പോർച്ചുഗീസ് പോളിസ് ഗാർച്ചിയിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇന്ത്യയിൽ സിറ്റി സ്റ്റേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. സിറ്റി സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇറ്റാലിയൻ സിറ്റി സ്റ്റേറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റി, ആ സിറ്റിയിൽ ഉള്ള വെൽത്തി മെർച്ചൻസും അവിടുത്തെ നോബിളായ ആളുകളും കൂടി ചേർന്ന് ഭരിക്കുന്ന സിറ്റി തന്നെ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയി നിൽക്കുന്ന സംവിധാനമാണ് സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിറ്റി സ്റ്റേറ്റ് സംവിധാനം ഉണ്ടോ ചോദിച്ചാൽ പൂർണ്ണമായും അങ്ങനെ ഒരു സിറ്റി സ്റ്റേറ്റ് അവിടുത്തെ മെർച്ചൻസ് അല്ലെങ്കിൽ അവിടുത്തെ എലീറ്റ് ആയ ആളുകൾ ചേർന്ന് ഭരിക്കുന്നു. അത് അവിടെ റൂളർക്ക് വലിയ റോൾ ഇല്ലാത്ത രീതിയിൽ ഭരിക്കുന്നു എന്നൊരു സംവിധാനം ഇന്ത്യയിൽ ഇല്ല. അപ്പോ ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് കാലിക്കറ്റും കൊച്ചിയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. വേറെയും കേസ് സ്റ്റഡി ആയിട്ട് കാലിക്കറ്റും കൊച്ചിയാണ് പറയുന്നത്. അപ്പൊ മാരിടൈം ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള കോസി സ്റ്റേറ്റ് എന്നല്ല, കോസി സ്റ്റേറ്റിന് സമാനമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ കൊച്ചിയിലും കാലിക്കറ്റിലും ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷെ യൂറോപ്പിലുള്ള പോലെയല്ല, ഒരു ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോ യൂറോപ്പ് അങ്ങനെ പറയാനുള്ള കാരണം, യൂറോപ്പിൽ ഉണ്ടാകുമ്പോൾ അവിടെ മെർച്ചൻസും നോബിൾസും ആണ് അവിടെ കംപ്ലീറ്റ് പവർ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ പവർ എന്നുള്ളത് റൂളേഴ്സും മെർച്ചന്റ് ഗ്രൂപ്പുകളും തമ്മിൽ രണ്ടുപേരും പവർ ഷെയർ ചെയ്തിട്ടാണ് ഈ സിറ്റി സ്റ്റേറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ കേസിലുള്ള സിറ്റി സ്റ്റേറ്റ് അല്ല ഇന്ത്യയിലുള്ളത്. അപ്പൊ അതും ഒരു അർബണൈസേഷന്റെ ഒരു ഫീച്ചർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക
കണ്ടീഷൻ ആയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അധിക സിറ്റി സ്റ്റേറ്റിലും യൂറോപ്പിലൊക്കെ ഉണ്ടാകുന്നത് പവർ മെർച്ചൻസും പ്രൊഡ്യൂസേഴ്സിന്റെയും കയ്യിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കേസിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കൊച്ചിയിലും കാലിക്കറ്റിലൊക്കെ ഉള്ള കേസിൽ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റൂളേഴ്സിന്റെ കയ്യിലാണ്. പക്ഷെ പവറിന്റെ വലിയൊരു ഷെയറും ആരുടെ കയ്യിലാണ്? ഇങ്ങനെയുള്ള ട്രേഡേഴ്സിന്റെയും മെർച്ചൻസിന്റെയും കയ്യിലാണ്. ഇപ്പൊ കാലിക്കറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് സിറ്റി സ്റ്റേറ്റ് ആയിട്ട് എമേർജ് ചെയ്യുന്നത് നെടിയിരുപ്പ് സ്വരൂപം എന്നുള്ള സ്വരൂപത്തിന്റെ റൂളേഴ്സ് ആണ്, സാമൂതിരിമാരാണ് പിന്നീട് കാലിക്കറ്റിലെ വളരെ പവർഫുൾ ആയ റൂളേഴ്സ് ആയി മാറുന്നത്. അവർ ആദ്യം ഉണ്ടായിരുന്നത് ഹിൻഡർലാൻഡിലായിരുന്നു. ഏറനാട്, വള്ളുവനാട് ഈ റീജിയനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് ക്യാപിറ്റൽ മാറ്റുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാറ്റുന്നു, അവിടെ ഉണ്ടായിരുന്ന സാമൂതിരി എന്നുള്ള ടൈറ്റിൽ സ്വീകരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മർച്ചൻസ്, മുസ്ലിം മർച്ചൻസ്, വളരെ പവർഫുൾ ആയിരുന്ന വളരെ റിച്ച് ആയിരുന്ന മുസ്ലിം മർച്ചൻസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് അവർ ഭരിക്കുന്നത്. അങ്ങനെ ആ ഒരു ശക്തി അവരുടെ മെർച്ചൻസിന്റെ കൂടി പവർ ഉപയോഗിച്ചുകൊണ്ട് നൈബറിംഗ് റീജിയൻസിനൊക്കെ അവർ കീഴ്പ്പെടുത്തുന്നു, പേപ്പർ പ്രൊഡ്യൂസിങ് റീജിയൻസ് ഒക്കെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ പരസ്പരമുള്ള സഹായത്തോടു കൂടിയാണ് അങ്ങനെ കാലിക്കറ്റ് എന്നുള്ള വലിയൊരു സിറ്റി ഉണ്ടായി വരുന്നത്. അങ്ങനെ സിറ്റി ഉണ്ടായി വരുന്നതിന് ഈ രണ്ടുപേരുടെയും കൂട്ടായ്മ, രണ്ടുപേരുടെയും പരസ്പര സഹകരണം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിറ്റി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ തന്നെ കൊച്ചി എടുക്കുകയാണെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ചീഫ്, അദ്ദേഹം അഗ്രേറിയൻ വന്നേരി എന്നുള്ള അഗ്രേറിയൻ ബെൽറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് കൊടുങ്ങല്ലൂരിലേക്ക് മാറുന്നു, മഹോദയപുരം, അതായത് കൊടുങ്ങല്ലൂർ. അവിടുന്ന് പിന്നീട് കൊച്ചിയിലേക്ക് മാറുന്നു 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതായത് 1405 കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാറുന്നു. ഈ കൊച്ചിയിലുണ്ടായിരുന്ന ജൂയിഷ് ട്രേഡേഴ്സ്, പോർച്ചുഗീസ് പ്രൈവറ്റ് ട്രേഡേഴ്സ്, കൊങ്കണീസ്, പട്ടാർസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊച്ചിയിലേക്ക് ഇങ്ങനെ സഹായിക്കുന്നത്. അപ്പോൾ മെർച്ചൻസും റൂളേഴ്സും ചേർന്നുകൊണ്ടാണ് കൊച്ചിയിലും അതുപോലെ തന്നെ കാലിക്കറ്റിലൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റുകൾ, സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ സിറ്റി സ്റ്റേറ്റുകൾ എന്ന് ഹിസ്റ്റോറിയൻസ് വിളിക്കുന്നത്. അത് യൂറോപ്പിലുള്ള സിറ്റി സ്റ്റേറ്റിന് സമാനമല്ല, എന്നിരുന്നാൽ പോലും അതിന്റെ പല സ്വഭാവങ്ങളും ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ സമ്മറി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2 യൂണിറ്റുകളായിട്ട് നമ്മൾ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, മെഡീവൽ ടൗൺ എന്നുള്ളത് ഒരു ഹോമോജനസ് സംവിധാനം ആയിരുന്നില്ല, ഒരു സിംഗിൾ, എല്ലാം ഒരേപോലെ ആയിരുന്നില്ല, വളരെ വൈബ്രന്റ് ആയിരുന്നു, ഡൈനാമിക് ആയിരുന്നു, നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ടൗണുകൾ ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ കാരണം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്, കൊമേഴ്ഷ്യൽ കാരണം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്, രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമ്പത്തികവും മതപരവുമായ കാരണങ്ങളാൽ ടൗണുകൾ വളർന്നു വരുന്നുണ്ട്. നമ്മൾ അതിന്റെ പല ഉദാഹരണങ്ങൾ നേരത്തെ പല സമയങ്ങളായി ഡിസ്കസ് ചെയ്തു. ഇനി ആൻഷ്യന്റ് ആൻഡ് മോഡേൺ അർബണൈസേഷന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ആൻഷ്യന്റ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നഗരവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ നഗരവൽക്കരണം ഇല്ലാതിരിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, ഫസ്റ്റ് അർബണൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്, സെക്കൻഡ് അർബണൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഏത് കാലഘട്ടത്തിലുള്ള ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്തുള്ള നഗരവൽക്കരണത്തെ കുറിച്ച് പറയേണ്ടത്, 16 മഹാജനപദാസിനെ കുറിച്ച് പറയേണ്ട ആൻഷ്യന്റ് സമയത്തുള്ള. മോഡേൺ സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ അർബണൈസേഷനെ കുറിച്ച് അടുത്തൊരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട്, അതിന്റെ ഇടയിലുള്ള ഒരു കണക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, മെഡീവൽ കാലഘട്ടങ്ങളിൽ ടൗണും സിറ്റീസും ഒക്കെ കംപ്ലീറ്റ്ലി തകർന്നു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ അർബൻ സെന്റേഴ്സ് ഉണ്ടായി വരുന്നതിന് ഇതിലേറെ ബുദ്ധിമുട്ടുകൾ ഇന്ത്യ നേരിടുമായിരുന്നു. അപ്പൊ അതിനിടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് നിലകൊള്ളുന്നു എന്നൊക്കെ നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹെൻറി പുരന്നിന്റെ ഐഡിയ ഓഫ് പ്രൈമസി ഓഫ് മെഡീവൽ ടൗൺ, മെഡീവൽ ടൗണിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഹെൻറി പുരന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ക്ലാസ്സിൽ നിന്നുള്ള നോട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും പറയുന്നത് ഫ്യൂഡലിസം തകരുന്നതിന്റെ പ്രധാന കാരണം ടൗണുകൾ എമേർജ് ചെയ്തു എന്ന് തന്നെയാണ് ഹെൻറി പുരന്നിന്റെ ഫ്യൂഡലിസം ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണമായിട്ട് വരുന്നത്. ട്രേഡ് വരുന്നു, അതുപോലെ തന്നെ ഈ ടൗണുകൾ എമേർജ് ചെയ്ത് വരുന്നതോടുകൂടി ഈ ഫ്യൂഡൽ സ്ട്രക്ചറിനകത്തുള്ള ലോഡ് സെർഫ് എന്നുള്ള ആ ഡുവാലിറ്റി, ആ ഒരു ബൈനറി തന്നെ ഇല്ലാതാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ ഗ്രൂപ്പുകൾ, മർച്ചൻസ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ എമേർജ് ചെയ്ത് വരുന്ന, അതുപോലെ ഡിഫറെന്റ് ജോബുകളൊക്കെ എമേർജ് ചെയ്ത് വരുന്നത് ടൗൺ കാരണമായിട്ട് ഇത് തകരുന്നു എന്നാണ് ഹെൻറി പുരന്നെ പറയുന്നത്. ഈ മുഹമ്മദ് ഹബീബിന്റെ ആർഗ്യുമെന്റ് ഓഫ് അർബൻ റവല്യൂഷൻ, 13-14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായ അർബൻ റവല്യൂഷനെ കുറിച്ച് മുഹമ്മദ് ഹബീബിന്റെ ആർഗ്യുമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് ഹബീബ് പറയുന്നത് ഇസ്ലാം വന്നതോടുകൂടി ഈ കാസ്റ്റ് ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇനീക്വാലിറ്റീസ് ഇല്ലാതായി, അങ്ങനെ അവിടെ അർബൻ ഗ്രോത്ത് ഉണ്ടായി. അതിനെയാണ് അദ്ദേഹം അർബൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ ഇർഫാൻ ഹബീബൊക്കെ എതിർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇസ്ലാം വന്നതുകൊണ്ട്, അങ്ങനെ ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ല, ടെക്നോളജിക്കൽ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട്, കോയിനേജ് വന്നതുകൊണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് ഹബീബിന്റെ ആർഗ്യുമെന്റ് മാത്രമല്ല, അതിനെ കൗണ്ടർ ചെയ്യുന്ന ഇർഫാൻ ഹബീബിന്റെ ആർഗ്യുമെന്റ് കൂടി വെച്ചിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ
സ്കോളേഴ്സ് എങ്ങനെയാണ് മെഡീവൽ സിറ്റീസും ഒക്കെ കണ്ടിരുന്നത്. അതിൽ നമ്മൾ ഒരുപാട് സ്കോളേഴ്സിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വീണ്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഷിറിൻ മുസവിനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര്, സ്റ്റീഫൻ ബ്ലേക്കിനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറെ സ്കോളേഴ്സ് പറഞ്ഞു. അവരൊക്കെ അതുപോലെ തന്നെ ചമ്പാ ലക്ഷ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മെഡീവൽ സിറ്റീസിനെ കുറിച്ച് ഡിഫറെന്റ് സ്കോളേഴ്സിന്റെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് എന്തൊക്കെയാണ് എന്നാണ് അടുത്തൊരു ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ആളും അവരുടെ പ്രധാനപ്പെട്ട വ്യൂവും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ചാർജ്ഡ് അർബണിസം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊമേഴ്സ് കാരണമായി ഉണ്ടാകുന്ന ടൗണുകൾ, പൊളിറ്റിക്സ് കാരണമായി ഉണ്ടാകുന്ന ടൗണുകൾ, അതിന്റെ എക്സാമ്പിളുകൾ, അതിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഇത്ര കാര്യങ്ങളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ലിസ്റ്റ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.